കേരള സർക്കാരിന്റെ പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി വൻ ഹിറ്റിലേക്ക്. ഏകദേശം 100 കോടി രൂപ പദ്ധതി വഴി വിതരണം ചെയ്യും. ഈ പദ്ധതിയുടെ ഭാഗമാകണോ എങ്കിൽ അറിഞ്ഞിരിക്കണം ഇതിന്റെ യോഗ്യത, ആനുകൂല്യങ്ങൾ, അപേക്ഷിക്കേണ്ട വിധം എന്നിവ. പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ വന്ന കേരള സർക്കാരിന്റെ പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി വൻ ഹിറ്റിലേക്ക്. പ്രഖ്യാപനം മുതൽ വൻ സ്വീകാര്യതയാണ് ഈ പദ്ധതിക്ക് ലഭിക്കുന്നത്. അതെ, ഇനി കടബാധ്യത ഭയന്ന് മലയാളി സ്ത്രീകൾക്ക് ജീവിക്കാൻ സുവർണാവസരമാണ് ലഭിക്കുന്നത്. ഈ സ്കീം പലിശരഹിത സൂക്ഷ്മ ചെറുകിട സംരംഭ വായ്പയാണ് നൽകുന്നത്. ഇത് പ്രത്യേകം ഓർക്കണം. ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിന് കീഴിലുള്ള KSBCDC ആണ്. പദ്ധതിയിലൂടെ സ്വന്തമായി ബിസിനസ് തുടങ്ങാനും അതിലൂടെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്ന മലയാളി സ്ത്രീകൾക്ക് സാമ്പത്തിക ആശ്രയം തന്നെയാണ് ലഭിക്കുന്നത്. പദ്ധതി വഴി ഏകദേശം 100 കോടി രൂപ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, വായ്പയ്ക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സ്കീം വനിതകൾക്ക് മാത്രമായി ഉള്ളതാണ്. വായ്പയ്ക്കായി വനിതാ സംരംഭകർക്കും സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്കും അപേക്ഷിക്കാം. മാത്രമല്ല, പദ്ധതിയിൽ കുടുംബശ്രീ CDSകൾക്കും രജിസ്റ്റർ ചെയ്ത NGOകൾക്ക് കീഴിലുള്ള അർഹരായ വനിതാ അംഗങ്ങൾക്കാണ് മുൻഗണനയുള്ളത്. അതായത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് ഉറപ്പായും ഈ ആനുകൂല്യം ലഭിക്കും. അപേക്ഷകൾ നൽകേണ്ടത് ഉൽപാദനം, സേവനം, കച്ചവട മേഖലകളിൽ വരുമാനം ലഭിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവരോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരോ ആയിരിക്കണം. ഇതിലൂടെ ഗ്രാമീണ നഗര മേഖലകളിലെ വനിതകൾക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ കഴിയും. അതിലൂടെ ഓരോ കുടുംബത്തിലും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സാധിക്കും. വായ്പ ലഭിക്കുന്ന നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാൻ കുടുംബശ്രീ CDSകൾ, പ്രാദേശിക കൂട്ടായ്മകൾ എന്നിവ വഴിയും സാധിക്കും. അപേക്ഷകൾ സമർപ്പിക്കേണ്ട തീയതിയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും KSBCDC കുടുംബശ്രീ ഔദ്യോഗിക കേന്ദ്രങ്ങൾ വഴി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അപേക്ഷിക്കുക. തിരിച്ചറിയൽ രേഖകൾ, റേഷൻ കാർഡ്, വരുമാന ജാതി സർട്ടിഫിക്കറ്റുകൾ, തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന്റെ വിവരങ്ങൾ എന്നിവ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. അതുമാത്രമല്ല, വായ്പ പലിശരഹിതമാണെങ്കിലും മുതലിന്റെ തുക കൃത്യസമയത്ത് തിരികെ അടയ്ക്കേണ്ടതുണ്ട്. കൃത്യമായി തിരിച്ചടവ് ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനും നിങ്ങളെ സഹായിക്കും. പദ്ധതിയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങളോ പണം ആവശ്യപ്പെട്ടുള്ള ഫോൺ കോളുകളോ വന്നാൽ വഞ്ചിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇതിനായി തദ്ദേശീയ KSBCDC ജില്ലാ ഓഫീസുമായോ അതത് കുടുംബശ്രീ ഓഫീസുമായോ മാത്രം ആശയവിനിമയം നടത്തുക. കഴിഞ്ഞ ദിവസം മന്ത്രി K തുളസിയാണ് പ്രിയദർശിനി വായ്പാ പദ്ധതിയെപ്പറ്റി പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.